നമ്മളിപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ഇമെയിൽ അയച്ച് അത് സെൻഡ് ആക്കിയതിന് ശേഷമാണ് തോന്നുന്നത് അതിൽ മാറ്റം വരുത്തേണ്ടതിനും അത് എഴുതിയത് തെറ്റുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തത് തെറ്റുണ്ട്. അപ്പോൾ നമുക്കത് റിട്ടേൺ എടുക്കാനാകുമോ, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാണ്ടിരിക്കാനാകുമോ? തീർച്ചയായിട്ടും ആകും കേട്ടോ. പക്ഷേ ഡീഫാൾട്ടായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാണ്ട് നിൽക്കാനുള്ള ഒരു ഓപ്ഷനുള്ളത് 5 സെക്കൻഡാണ്. അത് 30 സെക്കൻഡ് വരെ നമുക്ക് കൂട്ടാം. 5 സെക്കൻഡിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല. പെട്ടെന്ന് 5 സെക്കൻഡ് കഴിയല്ലേ, അപ്പോൾ 30 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലെന്താ തെറ്റുള്ളതെന്ന് ഓർമ്മ വന്ന് പെട്ടെന്ന് അത് തിരിച്ചെടുക്കാനും ആവും. അതെങ്ങനെ മാറ്റുക? അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ജിമെയിൽ ആപ്പിൽ അതിൻ്റെ സെറ്റിങ്സ് ഇല്ല. നിങ്ങൾ സിസ്റ്റത്തിലാണ് ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മൊബൈലിൽ ബ്രൗസർ കൂടെ ഉപയോഗിക്കുന്ന നേരവും കിട്ടും. രണ്ടും ഒരേ രീതിയിലുള്ള സെറ്റിങ്സ് ആണ് വരുന്നത്. ഞാനിപ്പോൾ മൊബൈലിൽ നിന്നാണ് കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ അതേ സെറ്റിങ്സ് നിങ്ങൾക്ക് സിസ്റ്റത്തിലും ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ജിമെയിൽ എന്ന് സെർച്ച് ചെയ്തിട്ട് സെർച്ച് റിസൾട്ടിൽ ജിമെയിൽ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈറ്റിലേക്ക് പോവുക. സൈറ്റിലേക്ക് പോയിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയാൽ മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുണ്ട്, അതിലേക്ക് മാറ്റി കൊടുക്കുക. ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റി കൊടുത്താൽ നമ്മളെ ജിമെയിൽ ഇങ്ങനെയാണ് ഓപ്പൺ ആകുക. ഇതൊന്ന് സൂം ചെയ്താൽ മേലെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറേ സെറ്റിങ്സ് ഇവിടെ വരും. അതിൽ സീ ഓൾ സെറ്റിങ്സ് എന്നുള്ള ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുഴുവൻ സെറ്റിങ്സുകളും ഇതിൽ വരും. അതിൽ കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നാൽ അൺഡു സെൻഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ 5 സെക്കൻഡ് എന്നുണ്ടാവും. ഇതാ കാണുന്നുണ്ടോ? അൺഡു സെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിൽ സെൻഡ് ക്യാൻസലേഷൻ പീരീഡ് എന്നുള്ള ഈ ഭാഗത്ത് 5 സെക്കൻഡ് ഒരു ബോക്സ് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് 30 സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്താൽ മാത്രം പോരാ, ഏറ്റവും താഴേക്ക് പോവുക. ഏറ്റവും താഴേക്ക് പോയാൽ ഇവിടെ സേവ് ചേഞ്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ചേഞ്ചസ് കൊടുത്തിട്ട് അത് സേവ് ചെയ്യാൻ കൂടി വേണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കുന്ന ഏത് ഇമെയിലായാലും അത് നമുക്ക് തെറ്റാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ് വരെ അത് നമുക്ക് അൺഡു ചെയ്യാൻ, സെൻഡ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ചെയ്തു പോയാലും അത് തിരിച്ചെടുക്കാനുള്ള ഒരു അൺഡു ഓപ്ഷൻ 30 സെക്കൻഡ് വരെ നമുക്ക് കിട്ടും. സംഭവം അടിപൊളിയല്ലേ? ജിമെയിൽ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ നിങ്ങളെ ജിമെയിൽ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കുമ്പോൾ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.